വിലകുതിപ്പിൽ നട്ടം തിരിയുന്ന സാധാരണക്കാർക്ക് ഇരുട്ടടിയായി സവാള വിലയും കുതിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സവാള വില കുത്തനെ ഉയരുകയാണ്. 20-30 രൂപയ്ക്ക് വിറ്റിരുന്ന സവാളയ്ക്ക് നിലവിൽ 60 രൂപയ്ക്ക് പുറത്ത് വില വരുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ വിപണികളിൽ കിലോയ്ക്ക് 60 രൂപയാണ് വില. ചിലയിടങ്ങളിൽ 60 രൂപയ്ക്ക് മുകളിലും ഈടാക്കുന്നു. സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യമൊട്ടാകെ സവാള വില കുതിക്കുകയാണ്. രാജ്യത്തെ ശരാശരി സവാള വില കിലോയ്ക്ക് 42 രൂപയായി ഉയർന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 19% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഡൽഹി, കേരളം, തമിഴ്നാട്, അസം തുടങ്ങിയ മേഖലകളിലെല്ലാം സവാള വില റെക്കോർഡ് കുതിപ്പിലെത്തി. ഡൽഹിയിൽ കഴിഞ്ഞ മാസത്തേക്കാൾ 20 രൂപയുടെ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ കിലോയ്ക്ക് 65 രൂപയും ചെന്നൈയിൽ 58 രൂപയുമാണ് നിലവിലെ നിരക്ക്. അതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഡൽഹി, ചെന്നൈ, കൊച്ചി, ഗുവാഹത്തി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ട്രെയിൻ മാർഗം സവാള എത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ വിലക്കയറ്റം അനുഭവപ്പെടുന്ന വിപണികളിൽ ലഭ്യത വർദ്ധിപ്പിക്കാനും വില നിയന്ത്രിക്കാനുമാണ് ഈ തീരുമാനം. മഹാരാഷ്ട്രയിലെ ബഫർ സ്റ്റോക്കുകളിൽ നിന്ന് പ്രധാന ഉപഭോഗ കേന്ദ്രങ്ങളിലേക്ക് ഉള്ളി എത്തിക്കുകയാണ് ലക്ഷ്യം. സവാളയുമായി കാന്ത എക്സ്പ്രസ് സംസ്ഥാനങ്ങളിലേക്ക് ഓടിത്തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിന്റെയും കർഷകരുടെയും പക്കൽ വരും മാസങ്ങളിൽ ആവശ്യമായ സവാള ശേഖരമുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സവാള ഉൽപാദന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ കൃഷിഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞതും മൺസൂൺ വൈകിയതും കാരണം ഖരീഫ് സവാള ഉൽപാദനത്തിൽ 5 മുതൽ 7% വരെ കുറവുണ്ടായതാണ് വില ഉയരാൻ കാരണം. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 2025-26 വിളവർഷത്തിൽ മൊത്തം സവാള ഉൽപാദനം 30.73 ദശലക്ഷം ടണ്ണായിരിക്കും. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സവാള വിപണിയായ ലാസൽഗാവിൽ ജൂൺ മുതൽ മൊത്ത വ്യാപാര വില ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. ക്വിന്റലിന് 2000 രൂപയായിരുന്നത് ഇപ്പോൾ 3800 രൂപയായി. വിലക്കയറ്റം തടയുന്നതിനായി 2024 ഒക്ടോബറിലും കേന്ദ്ര സർക്കാർ നാസിക്കിൽ നിന്ന് സമാനമായ രീതിയിൽ കാന്ത എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു. അതേസമയം ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സപ്ലൈകോ വഴിയും മറ്റും ഓണച്ചന്തകളും ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിപണിയെക്കാളും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. അതിനാൽ സപ്ലൈകോ, ഹോർട്ടികോർപ്പ് തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെ ഔട്ട്ലെറ്റുകൾ വഴി സവാള വാങ്ങുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നല്ലത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.